പോണ റോഡ് ഏതാ എനിക്കറിയോ? എങ്ങനെയുണ്ട് റോഡ്? എങ്ങനെയുണ്ട്? ആ നമ്മളിപ്പോ ജിദ്ദിന്ന് ഇങ്ങനെ സറഫി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. സറഫിയ ടൗൺ എത്തും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. അപ്പോൾ നമ്മളിന്നൊരു വമ്പം വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ്, കുറച്ച് ദൂരത്താണ്, കണ്ണൂർക്ക്. അപ്പോൾ നമ്മളെ കണ്ണൂർ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു നോക്കിട്ടോ. ഈ ചങ്ങായിയൊക്കെ പോയിട്ടുണ്ട്. നേരെ ഇപ്പോൾ സുബൈക്ക് 4:30 ആയിക്കണുണ്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറപ്പെടും. അവിടെ എത്രണിക്ക് എത്തുകയെന്ന് അറിയില്ല. അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ ആദ്യം നമുക്ക് കാണാം. 2-3 വീഡിയോ ആയിട്ടേക്കാരം ചിലപ്പം വ്ളോഗ് ഉണ്ടാക്കുക അല്ലേ. ആദ്യം നമുക്ക് കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങൾ. ഇവിടെ ഓരോരുത്തർ മാറ്റുന്നൊക്കെ ഉണ്ട് അല്ലേ. പോകല്ലേ നമുക്ക്? പോകല്ലേ? ഇങ്ങോട്ടോക്കെ പോവാ ഗായ്സ്. അപ്പോൾ നമ്മൾ പോകുന്ന ഇപ്പോൾ എടവണ്ണപ്പാറ എത്തിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സുബൈസ് കെത്താൻ ഒരു പള്ളിക്ക് ഇറങ്ങിയേക്കാണ്. ഇവലൊക്കെ ഇങ്ങനെ പോണത് സംസ്കരിച്ചാണ്. ന്യൂനോ അപ്പോൾ നമ്മളെ നിസ്കാരം അല്ല 5 നിസ്കാരം കഴിഞ്ഞാണ്ട് മറ്റുള്ള നിസ്കാരം കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഉണ്ട്. അപ്പോൾ ഇജ്ജ് പള്ളിക്ക് കയറുന്നുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചാനും വേണ്ടിയിട്ടാണെന്നൊന്നും പറയണ്ട. നമ്മൾ വ്ളോഗ് ആകുമ്പോൾ നമ്മളെല്ലാ പരിപാടികളും ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ. അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെയൊക്കെ കയറണം, എവിടെയൊക്കെ നിർത്തണമെന്നുള്ളത്. അതിനും വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആ കമൻറ്റ് അങ്ങനെ ഒഴിവായി കളി കേട്ടോ. പോലെ നിങ്ങളെന്ത് നിസ്കാരം ചെയ്യുന്നത്? സുബൈയൊന്നും അല്ലേ
കാസർഗോഡൊക്കെ 4 വരിപ്പാതയാണ്. പക്ഷെ പണി പുരോഗമിക്കുന്നുള്ളൂ. ചായ കുടിച്ചിട്ടില്ല. സമയം 6:30 അപ്പം ഇനി ഒരു പെട്ടിക്കട കാണണം. പെട്ടിച്ചായ കുടിക്കണം. പെട്ടിച്ചായ അമ്പ്രൊട്ടിയാ. അപ്പം നൂനു നമ്മൾ ചായ കുടിച്ചല്ലെന്നാൽ അപ്പം നമ്മൾ തൽക്കാലം ഒരു ചായ കുടിച്ചാനും വേണ്ടിയിട്ട് ഇവിടെ നിർത്തിക്കണേ വണ്ടി. ഇവിടെ അലമാരയിൽ എന്താണ് കാണുക? പുട്ടുണ്ട്, ഉപ്പുമാവുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ സാധനമുണ്ട്, ഉണ്ടുണ്ട്. എന്നാ ഇറങ്ങി. ഏത് ഉണ്ടയാണ്? അത് ഉണ്ടല്ലേ? ഉണ്ട എടുത്തോ. സാധനം അല്ല ഞാൻ അടുത്ത ഇതാണ് 4 എനിക്ക് ഉണ്ടേ. ഇത് എന്താ സാധനം? ഇവിടെ എന്താ ഉപ്പുമാവുണ്ട്. പിന്നെ ഇതടച്ചത് ക്ലോസ് ആയി. എന്തതിൻ്റെ പേര് അറിയില്ല. ഈച്ച നിങ്ങളെ വിട്ട് പോകുന്നു. ഈച്ച ഉണ്ട് ഇവിടെ. ഈച്ച അപ്പോൾ മക്കളെ സമയം 7 മണിയല്ലേ പറഞ്ഞേ? എത്ര സമയം? 7 മണിയായി. നമ്മൾ ചായ കുടിച്ചതാണ്. നമ്മൾ ചായ കുടിച്ച സ്പോട്ട് ഇതങ്ങനെ ഇതല്ല, ഇതാണ് നമ്മൾ ചായ കുടിച്ച സ്ഥലം കേട്ടോ. അപ്പം എന്നാ പോലെ തുടരല്ലേ നമ്മൾ പോലടി പോവാ. ഫോണുമല്ല ലൊക്കേഷൻ നോക്കാനാ? അപ്പം നമ്മൾ കണ്ണൂർക്കാണ് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു. ആരെ കല്യാണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരാളെ മകൻ്റെ കല്യാണമാണ്. അസൂസ് മിക്സ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അസൂറ എന്നാണ് മുപ്പത്തേരെ പേര്. അല്ലാഹു റബ്ബി വണ്ടിയൊക്കെ സാധ്യം കൊണ്ടാണ് നമ്മൾ എത്ര വിട്ടാൽ നിർത്തിയില്ലേ, എന്നിട്ടും ബസ് പോകണില്ലേ. അപ്പോൾ ഈ അസൂറ താത്താൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ കണ്ണൂരത്തെ കല്യാണം കാണാൻ ഇവൽക്കൊക്കെ ഭയങ്കര കമ്പം. ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ടോ കണ്ണൂർ കല്യാണത്തിന്. കണ്ണൂരത്തെ കല്യാണം എങ്ങനെ ഉണ്ടെന്നില്ല ഇതറിയാൻ വളരെ ആകാംക്ഷയാണ് ഇവൽക്കൊക്കെ. ഇല്ലേ നിങ്ങൾക്കില്ലേ? ഇല്ലെങ്കിൽ തിരിച്ചു പോകാനാണ്. അപ്പോൾ എന്നാൽ പോവല്ലേ? എന്നാൽ കല്യാണത്തിന് പോവല്ലേ? പിന്നെ നമുക്ക് ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ടീംസ് നമ്മളൊപ്പം വരുന്നുണ്ട്. ബസ്സിൽ വരുന്നുണ്ട്, ട്രെയിനിൽ വരുന്നുണ്ട്, പിന്നെ സ്വന്തം വണ്ടിയിൽ വരുന്നുണ്ട്. ബസ്സിലോ ട്രെയിനിലൊക്കെ പോകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ബസ്സിൽ തീരെ ഇഞ്ഞെക്കൊണ്ട് കഴിയൂല. പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയൂല. പിന്നെ ട്രെയിനിനാകുമ്പോൾ അതും തന്നെ കുറേ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ തിരക്കിങ്ങാണ്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് റിസ്ക്കിലാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളായി അവിടെ എത്തിയിട്ട് നല്ല അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും നിർത്തുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്നാൽ പോവല്ലേ നൂനോ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ പറേ പോവാന്നറേ. ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ വടകര കഴിഞ്ഞിട്ടില്ല, കൊയിലാണ്ടി കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. നമ്മളെ ടീംസൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ബസ്സിൽ കുറേ ട്രെയിനിൽ വരുന്നുണ്ട്. റെയിൽവേ ട്രാക്കാട്ടോ, അപ്പുറത്ത് കൂടെ റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ നമ്മൾ തിക്കോടി എത്തിട്ടോ. തിക്കോടി എന്ന് പറയുന്നത് ഒരു ബമ്പ സംഭവമാണ്. അവിടെ എന്താണ് ഒരു ഡ്രൈവ് ബീച്ച് ഉണ്ട് തിക്കോടിയിൽ. ഡ്രൈവ് ബീച്ച് നമ്മൾ മുമ്പ് ഒരു ദിവസം പോയിരുന്നു. നിങ്ങൾ കണ്ണടേ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടത്തോളി. വെയിൽ പ്രശ്നമാണെങ്കിൽ എനിക്ക് വെയിൽ കണ്ണ് കുത്തിയിട്ടാണ് കണ്ണട. നിങ്ങളും കണ്ണടത്തോളി. ഇപ്പം നമ്മൾ ദുബായ് മറ്റേ ആ റോഡിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് റോഡാണ്?
അപ്പൊ നൂനോ നമ്മളീ പോണ റോഡ് ഏതാ എനിക്കറിയോ? എങ്ങനെ ഗൈസ് മാഹി ടോളിലാണ് ഇപ്പം നമ്മളുള്ളത്. പക്ഷേ ഇവിടെ പെരും ബ്ലോക്കാണ് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ കഴിച്ചിലാവും തോന്നണില്ല. ആരാണ് ഈ ടോളൊക്കെ കണ്ടുപിടിച്ചാവോ? ടാക്സ് മുഴുവൻ നമ്മൾ അടക്കുമാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് റോഡ് നന്നാക്കിക്കണ്, പാലം നന്നാക്കിക്കണ്, ഹൈവേ ആക്കിക്കണ് എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് കൊല്ലണ പൈസയും. ഇതൊക്കെ സർക്കാർ നമുക്ക് ചെയ്തതിൻ്റെ സർവീസുകളാണ്. ടോള് വാങ്ങിയിട്ടല്ല നമ്മളെ വണ്ടി കടത്തി വിട്ടിയത്. അതിനുള്ള റോഡ് ടാക്സും കാര്യങ്ങളും പിന്നെ റോഡ് ടാക്സും മറ്റുള്ള GST ഒക്കെ വണ്ടി എടുക്കുമ്പോൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തൊരു ടോള്. ഈ ടോള് കൊടുത്താലും പോരാ, ഇവിടെ മണിക്കൂർ കണക്കിന് ഇതിൻ്റെ ബാക്കിൽ നിൽക്കും വേണം. ഗൈസ് ഇപ്പം ഇവിടുന്ന് കഴിച്ചിലാകും തോന്നണില്ല. ടാഗാകുമ്പോൾ 65 വരും. ഇപ്പം നമ്മൾ ടോൾ കഴിഞ്ഞാണ്ട് ഇങ്ങനെ പോന്നു. നല്ല വെയിലുണ്ട്, നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ടോള് 65 റുപ്യ കൊടുത്താലെന്താ, സൂപ്പർ റോഡിൽ ഇങ്ങനെ പോകാം. രണ്ടും ഞാൻ തന്നെ പറയണില്ലേ, നേരത്തെ ഇതിനൊക്കെ കുറ്റം പറഞ്ഞാണ്ട്. പൈസ വാങ്ങണത് മോശമാണ് എന്തായാലും, എങ്ങനെ റോഡ് നന്നാക്കിയാലും. പക്ഷെ റോഡ് അടിപൊളിയാണ്. ഓരോരോ വണ്ടി ഇങ്ങനെ പോണ കണ്ടിട്ടേ എന്താ രസല്ലേ.
നൂനോ എവിടെ പ്ലെയിനാണ്. പ്ലെയിനാ? ആ അത് റോഡേ. ഇവര് ഫ്ലൈറ്റ് ഓല് പയച്ചങ്ങാണ്ടേ എന്താ പറയാ, എന്താ മറ്റേ സാധനത്തിന് പറയാ, റൺവേ ആണെന്ന് കരുതിങ്ങാണ്ട് റോഡിൽ ഇറങ്ങിയിരിക്കണത്. അതാണ് ആ പോണത് പയച്ചങ്ങാണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അല്ല, കണ്ണൂർ എയർപോർട്ടിൽ നിന്നേ ഒരു ഫ്ലൈറ്റ് മാറി ഇറങ്ങിയിട്ടുണ്ട്. നൂനും അതാ പറയുന്നത് ഫ്ലൈറ്റാണ് പോകുന്നത്. അപ്പോൾ റോഡ് കണ്ടിട്ട് റൺവേ ആണെന്ന് കരുതിങ്ങാണ്ട് റോഡ് കൂടെ ഇറങ്ങിയിരിക്കുന്നത്. റോഡാണെന്ന് കരുതിങ്ങാണ്ട് റൺവേ ആണെന്ന് കരുതിങ്ങാണ്ട് റോഡിലേക്ക് ഇറങ്ങിയേക്കുക ഫ്ലൈറ്റ് അല്ലേ? അല്ലേ? പിന്നെ മേലെ കൂടെ വെച്ച് പറഞ്ഞത് ഞാൻ കരുതി അടി കൂടെ പോകണുണ്ടാവുക. റോഡ് ഇങ്ങനെ കണ്ടാൽ ഇപ്പൊ ഒരു വിദേശത്ത് കൂടെ പോകുന്ന മാതിരി ഉണ്ടല്ലേ? മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ ബോർഡ് അവിടെ കാണുന്നുണ്ട്. മുഴുപ്പിലങ്ങാട് അല്ലേ? അതാണ് മുഴുപ്പിലങ്ങാട്, കണ്ണൂര്. അപ്പോൾ മക്കളെ നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കണ്. ഒരു 20 ഉറുപ്പിക എടുത്ത് അവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെ പാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഒരു ചായ നാസ്തയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് നമ്മൾ കല്യാണ വീട്ടിൽ പോവുക. പിന്നെ നമ്മളെ ഒരു താത്ത അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ റംലത്ത, എന്താ വർത്താനം? അസ്സലാമു അലൈക്കും. ആ അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇതാരാണ്? അനെ അസ്സലാമു അലൈക്കും. വീഡിയോയിലൊന്നും കാണില്ലല്ലോ അല്ലേ? എന്തായാലുണ്ടോ? ചായ കുടിച്ചണോ? ആണോ? ആരെടുത്തിക്കണ് കുട്ടീനെ? ആരെടുത്തിക്കണ്? ഓനേന് കുഴപ്പമൊന്നുമില്ല, ആരത്തേക്കും പോവും. അപ്പൊ കല്യാണത്തിനൊന്നും തിന്നണ്ടേ? ഇവിടെ നിന്നിട്ട് നൂനോ